രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ അതോ ബ്രിട്ടീഷുകാരനാണോ? ഈ ചോദ്യം കുറേ നാളായി നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അത് സുബ്രഹ്മണ്യ സ്വാമിയും ബാംഗ്ലൂരിൽ നിന്നുള്ള ശിശിർ അല്ലേ, വിഘ്നേഷ് ശിശിറും കോടതികളിലെത്തിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ മുന്നിലാണ്. ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച് ശിശിർ സുബ്രഹ്മണ്യ സ്വാമിയും രണ്ടുപേരും റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിലൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും കോടതിയിലെത്തുക. രണ്ട് ഹർജികൾ, ഒന്ന് ഡൽഹി ഹൈക്കോടതിയിലും ഒന്ന് അലഹബാദ് ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അക്കാര്യത്തിലൊരു തീരുമാനമൊക്കെ ആയി വരികയാണ്. ഏപ്രിൽ 21 രാഹുൽ ഇന്ത്യക്കാരനാണോ ബ്രിട്ടീഷുകാരനാണോ എന്ന് അറിയാമെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഏപ്രിൽ 21 മുമ്പ് ഇത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ ഡാറ്റ കൈമാറാൻ കേന്ദ്ര സർക്കാരിനോട് അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിമാർ ജസ്റ്റിസ് AR മസൂദിയും ശ്രീവാസ്തവയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണോ പോകുന്നത്? സംഗതി കുഴപ്പത്തിലേക്കാണ്. അതായത് കേന്ദ്രം ഈ കേസിൽ ചോദിച്ചിരുന്നത് 8 ആഴ്ച സമയമാണ്. അത് കുറച്ചധികമാണല്ലോ. കേന്ദ്രം 1-2 തവണ തള്ളി വെച്ചു, പോയി. നമ്മുടെ CBIക്ക് ലാവ്ലിൻ കേസ് പോലെ. ഇത് വളരെ നേരത്തെ തള്ളിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിലെ എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് വന്നിരുന്നതാണ് ഈ പ്രശ്നം. ഇയാളുടെ പൗരത്വം റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പാർലമെന്റിലെ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നറിയോ? അദ്വാനി. അത് ഫോളോ അപ്പ് ചെയ്തില്ല, ആ കാലത്തൊന്നും ചെയ്തില്ല. പണ്ട് ബോസ്റ്റൺ എയർപോർട്ടിൽ ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനും അയാളുടെ കാമുകിയും കൂടെ അമേരിക്കൻ എമിഗ്രേഷൻ അധികൃതർ പിടികൂടി. ബാഗിൽ ഏതാണ്ട് $1,00,000 ഉണ്ടായിരുന്നു, പിന്നെ കൊക്കൈൻ ഉണ്ടായിരുന്നു. ഒടുവിൽ വാജ്പേയിയുടെ കീഴിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ആൾക്ക് ഒരു വിളി ചെന്നിട്ട് വാജ്പേയി ഇടപെട്ട് ആ ചെറുപ്പക്കാരനെ അമേരിക്കൻ പോലീസിൻ്റെ FBI കസ്റ്റഡിയിലാവാതെ രക്ഷപ്പെടുത്തി എന്നൊരു സംഭവമുണ്ട്. മുമ്പ് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്ന, മറ്റേ നെഹ്റുവിൻ്റെ സുഹൃത്തായിരുന്ന മുഹമ്മദ് യൂനുസിൻ്റെ മകനെ രാജീവ് ഗാന്ധിയുടെ കൂടെ ബാല്യമൊക്കെ ചെലവഴിച്ച ഒരാളെ രാജീവ് ഗാന്ധി നമ്മുടെ ദുരന്തം ഉണ്ടല്ലോ, ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം ഇവിടുന്ന് ആൻഡേഴ്സനെ വിട്ടുകൊടുത്ത് മറ്റേ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കഥയും ഉണ്ട്. ഇതൊക്കെ നടന്നു. ഞാൻ പറഞ്ഞ എയർപോർട്ട് മാറി ബോസ്റ്റൺ ആണോ ഹൂസ്റ്റൺ ആണോ? ഹൂസ്റ്റൺ ആണ് അല്ലേ? ഹൂസ്റ്റൺ ആണ്. അത് ശരിയാ. ബോസ്റ്റൺ നേരത്തെ ബോസ്റ്റൺ ടീ പാർട്ടി ഓർമ്മയിൽ കിടന്നതാണ്. അതെ, അങ്ങനെ വന്നതാണ്. ബോസ്റ്റണിലെ അമേരിക്കക്കാരെ അമേരിക്കൻ ബ്രാഹ്മിൻസ് ആദ്യം കുടിയേറിച്ചെന്നവര്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 4 ആഴ്ചത്തെ സമയം കൊടുത്തു. 8 ആഴ്ചയൊന്നും തരാൻ പറ്റില്ല. ഇത് അതായത് മറ്റേ സുബ്രഹ്മണ്യൻ സ്വാമി ആഭ്യന്തര വകുപ്പിന് ഒരു കത്ത് കൊടുത്തിരുന്നു. കത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഷോ കോസ് നോട്ടീസ് കൊടുത്തിരുന്നു. രാഹുൽ ഗാന്ധി ആഭ്യന്തര വകുപ്പും കൊടുത്തിരുന്നു. അതെ, ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. അതിന്റെ കാര്യം പറയണേ. എത്തിക്സ് കമ്മിറ്റി നമ്മൾ അദ്വാനിയോട് പറഞ്ഞ് അത് വിട്ടു. മറ്റേ ആഭ്യന്തര വകുപ്പ് ഒരു ഷോ കോസ് നോട്ടീസ് കൊടുത്തു രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചില്ല. പക്ഷെ ആഭ്യന്തര വകുപ്പ് അത് ഫോളോ അപ്പ് ചെയ്തില്ല. അമിത്ഷാ ആ ഫയൽ 10 വർഷമായിട്ട് തുറക്കാതെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ കോടതി ഇടപെട്ടിട്ട് അതിൽ നിങ്ങളുടെ തീരുമാനം എന്താണ്? അതിനകത്ത് സാർ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ബ്രിട്ടനിലുണ്ടായിരുന്ന സമയത്ത് ബാക്കോപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫ്ലോട്ട് ചെയ്തു. ബാക്കോപ്സ് എന്നുള്ള ബ്രിട്ടീഷ് കമ്പനിയാണ്. ബ്രിട്ടീഷ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ രാഹുൽ ഗാന്ധി ആയിരുന്നു. രാഹുൽ ഗാന്ധി കമ്പനിയുടെ സെക്രട്ടറിയുമായിരുന്നു. ബ്രിട്ടീഷ് കമ്പനിയാണ്. അതിൻ്റെ MOU കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ റൗൾ വിൻസി അലിയാസ് രാഹുൽ ഗാന്ധി എന്ന് കാണിച്ചിട്ട് സിറ്റിസൺ ഓഫ് UK എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആ ഡോക്യുമെൻറ്റും അതിനൊപ്പം തന്നെ ബ്രിട്ടീഷ് പൗരനാണ് രാഹുൽ ഗാന്ധി, ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ ബ്രിട്ടനിൽ ടാക്സ് അടച്ചതിൻ്റെ ഡോക്യുമെൻറ്റും സുബ്രഹ്മണ്യ സ്വാമി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, അതായത് ഒരാൾക്ക് ഒറ്റ പൗരത്വം പറ്റുള്ളൂ. ഇന്ത്യൻ പൗരൻ വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരത്വം എടുത്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം റദ്ദാവും. അപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം എപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തോ ആ നിമിഷം മുതൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല. അതിനുശേഷം 2-3 തവണ ഇയാൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. നിയമവിരുദ്ധമാണ്, ബ്രിട്ടീഷ് പൗരനാണ്.
അപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് വിഘ്നേഷ് ശിശിറിന്റെ ഹർജിയിലെ ആവശ്യം. ശരിയല്ലേ? എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മാത്രമല്ല, ഇയാള് നേരത്തെ മറ്റേ അമേഠിയിൽ കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അപേക്ഷയിലൊക്കെ ഈ ബാക്ക് ഓപ്സിന്റെ വിവരങ്ങളൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പത്രികയിൽ പോലും ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് കമ്പനിയുടെ പേര്. ബ്രിട്ടീഷ് 2 ബാക്ക് ഓപ്സ് ഉണ്ടായിരുന്നു, ഒന്ന് ബ്രിട്ടനിലും ഒന്ന് മുംബൈയിലും. മുംബൈയിലുണ്ടായിരുന്ന ബാക്ക് ഓപ്സിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി, സായിപ്പ് 2 കമ്പനിയിലുണ്ട്, പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. അതെ. അപ്പോൾ ഈ ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കമ്പനി 2002 മുതൽ 2009 വരെയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നത്. ഡിഫൻസ് ഡീൽസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസുമായിട്ടുള്ള സ്കോർപിയൻ അന്തർവാഹിനി ഇടപാട്, പച്ചക്കിങ് പറയാം. അതെ. അപ്പോൾ ഭരിക്കുകയാണല്ലോ, കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. ആ സമയത്ത് ഫ്രാൻസിൽ നിന്ന് അന്തർവാഹിനികൾ വാങ്ങിയതിൽ ഈ ബാക്ക് രാഹുൽ ഗാന്ധി സെക്രട്ടറി ആയിട്ടുള്ള ബാക്ക് ഓപ്പറേഷൻ, പുറയിൽ കൂടെ നടക്കുന്ന ഓപ്പറേഷൻ, അതാണ് കമ്പനിയുടെ പുറയിലൂടെ നടക്കുന്ന ഓപ്പറേഷന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി സെക്രട്ടറിയും ഡയറക്ടറുമായിട്ടുള്ള കമ്പനിയുടെ മറ്റൊരു ഡയറക്ടറായിട്ടുള്ള ആ സായിപ്പ് കോടികളുടെ കോഴ വാങ്ങി എന്നാണ് അലിഗേഷൻ ഉള്ളത്. അവർ ഈ 2002-2009 കമ്പനി നടക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് പൗരനായിട്ട് റൗൾ വിൻസി, ഇയാള് 2004 MP ആയി. അതെ, ബ്രിട്ടീഷ് പൗരനായിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് MP ആയി. ആ കമ്പനി കമ്പനി ഉണ്ട്, ഡിസോൾവ് ചെയ്തിട്ടില്ല. കമ്പനി ഉണ്ട്. കമ്പനി ഡിസോൾവ് ചെയ്യുന്നത് 2009 അപ്പോൾ അതിൻ്റെ ഡയറക്ടറും സെക്രട്ടറിയുമാണ്. 2005 ഒക്ടോബർ 10 ആനുവൽ റിട്ടേൺസ്, ഈ ഇൻകം ടാക്സ്, അതിൽ ഈ ബാക്ക് ഓപ്സ് കമ്പനിയിൽ ഡയറക്ടറാണ്, ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2006 ഒക്ടോബർ 31 സമർപ്പിച്ച റിട്ടേൺസിലും ഈ ബ്രിട്ടീഷ് പൗരനാണ്, ഈ കമ്പനിയുടെ ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കമ്പനിയുടെ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് 2009 ഫെബ്രുവരി 17 ഈ കമ്പനി ഇല്ലാതാകുന്നത്, ഡിസൊല്യൂഷൻ. ആ ഡിസൊല്യൂഷൻ അപ്ലിക്കേഷനിലും ബ്രിട്ടീഷ് പൗരനാണെന്നുള്ള കാര്യം ഉണ്ട്. അപ്പോൾ ഇത് ഭരണഘടനയുടെ 9ാം വകുപ്പിനെതിരാണ്. ഇന്ത്യയിലെ പൗരൻ, വേറൊരു സ്ഥലത്തെ പൗരന് ഇന്ത്യയിൽ മത്സരിക്കാൻ പറ്റില്ല. ഇത് അതുപോലെ തന്നെ ഈ പൗരത്വ നിയമത്തിൻ്റെ 84(1) ആ വകുപ്പിനും എതിരാണ്. അങ്ങനെ വിദേശിയായ ഒരാൾ ഇന്ത്യയിൽ മത്സരിക്കരുത് എന്നാണ് ഇന്ത്യയിലെ പൗരത്വ നിയമത്തിൻ്റെ 84(1) വകുപ്പ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കും വിരുദ്ധം, ഇന്ത്യയുടെ പൗരത്വ നിയമത്തിനും വിരുദ്ധം. ഇയാളിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, ഇവിടെ താമസിക്കുന്നതും ശരിയല്ല. കാരണം ഇവിടുത്തെ പൗരനല്ല, ഇവിടെ വേറെ പണിയൊന്നും എടുക്കുന്നു. ഈ കോടതി വിധിയും തീരുമാനവും എതിരായാൽ രാഹുൽ ഗാന്ധിയെ ചെങ്ങലയൊന്നും ഇട്ടില്ലെങ്കിലും ഇതുപോലെ നമ്മൾ പൊക്കിയെടുത്ത ലണ്ടനിൽ കൊണ്ട് തട്ടേണ്ടി വരും. ഡിപ്പോർട്ടേഷൻ നടക്കുന്ന പരിപാടി. പക്ഷേ രാഹുൽ ഗാന്ധി പറയും, എന്നെ ലണ്ടനിലേക്ക് അയക്കണ്ട, എന്നെ വിയറ്റ്നാമിലോ പട്ടായയിലോ അയച്ചാൽ മതിയാവും എന്ന് പറയായിരിക്കും. അതാണ് വിയറ്റ്നാമിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പൗരനാവണം എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദേശയാത്രകളാണ് നമ്മൾ മുമ്പൊരിക്കലേ ഇതേ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ എന്നോട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ പറയുന്നതിനാ? ഒരു ചെറുപ്പക്കാരനല്ലേ, അയാൾ ലണ്ടനിലായിരുന്നപ്പോൾ ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് അയാൾ അവിടുത്തെ പൗരത്വം എടുത്തു. തെറ്റാണ്. പക്ഷേ ആ കമ്പനി ഇപ്പോൾ ഇല്ലല്ലോ, കമ്പനി പൂട്ടിപ്പോയില്ലേ, ഇനി പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പം ഇത് പെട്ടെന്ന് കേൾക്കുന്നവർക്കും തോന്നാം, ശരിയാണ്, രാഹുൽ ഗാന്ധി അന്ന് അങ്ങനെ ചെയ്തു, ഇപ്പോൾ ആ കമ്പനി ഒന്നും ഇല്ലല്ലോ, പിന്നെ കേസും കൊടുത്ത് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷനൊക്കെ റദ്ദാക്കണം എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദയല്ലല്ലോ എന്ന് പറയും. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ വിളിച്ച ആളോട് ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം എടുത്തപ്പോൾ നമ്മുടെ ഭരണഘടന പ്രകാരം, പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം അപ്പം തന്നെ റദ്ദാവും. നമ്മൾ റിവോക്ക് ചെയ്യും. നമ്മുടെ നിയമം അങ്ങനെയാ, ഓട്ടോമാറ്റിക്കലി റിവോക്ക് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി റിവോക്ക്. കാരണം നമ്മുടെ രാജ്യം 2 പൗരത്വം എടുക്കാൻ സമ്മതിക്കത്തില്ല. അമേരിക്കയിലുള്ള ആൾക്ക് ഇസ്രായേലിന്റെ പൗരത്വമോ ജർമ്മൻ പൗരത്വം ഒക്കെ എടുക്കാം. ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകാനുള്ള തടസ്സമായിരുന്നു. അതാണ് ഒരു പ്രശ്നം. അതുകൊണ്ടും തീരുന്നില്ല. അപ്പോൾ അതേ ചോദിച്ചാൽ, ഇനി അങ്ങനെ എടുത്തെങ്കിൽ തന്നെ ആ കമ്പനി റദ്ദാക്കിയപ്പോൾ അത് പോയില്ലേ,
അവിടെയും പ്രശ്നമുണ്ട്. നമ്മുടെ പൗരത്വം റദ്ദായി, അവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ പൗരത്വം ഓട്ടോമാറ്റിക്കലി കിട്ടില്ല. വീണ്ടും പൗരത്വം കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത് ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കണം. അപ്പം രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ആവത്തില്ല. ഇവിടെ അപേക്ഷ കൊടുക്കണം. ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു ആളെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ നിയമം അങ്ങനെയാണ് സാർ, അല്ലേ? ഇത് എനിക്ക് പണ്ട് ഈ മനോരമയിൽ ചേർന്നപ്പോൾ ആദ്യം കുറെ ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളുടെയൊക്കെ ഡയറക്ടർ TKG നായർ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഞങ്ങളെ എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ നന്നായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജി, അയാൾ LLB ഒക്കെ പഠിക്കുന്ന കാലത്തോ മറ്റോ ഒരു കൊലപാതകം ചെയ്തിരുന്നു എന്ന് വെക്കുക, സങ്കല്പിക്കുക. ഇപ്പം അയാൾ നന്നായിട്ടൊക്കെ വിധിയൊക്കെ പറഞ്ഞ് വളരെ അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ജഡ്ജിയാണ്. നമ്മൾ ഇപ്പോൾ ആ കൊലക്കേസ് പൊക്കിക്കൊണ്ടുവരേണ്ടതുണ്ടോ? അയാൾ 20-ാം വയസ്സിലോ മറ്റോ ചെയ്തതായിട്ട് പറയപ്പെടുന്ന എത്തിക്സിക്കൽ പ്രശ്നമാണ്, ജേർണലിസം എത്തിക്സിൻ്റെ പ്രശ്നമാണ്. എന്നിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞത് നമ്മളത് പൊക്കിക്കൊണ്ടുവരേണ്ടതല്ല എന്നാണ്. എനിക്ക് അന്നും അക്കാര്യത്തിൽ സംശയമുണ്ട്, ഇന്നും അക്കാര്യത്തിൽ സംശയം. 100% തെറ്റാണ്. കാരണം നമ്മുടെ ക്രൈമാണ്. ക്രൈമിന് ലിമിറ്റേഷൻ ഇല്ല, കാലഹരണമില്ല. സിവിൽ കേസുകൾക്ക് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ കാലഹരണമുണ്ട്. ക്രിമിനൽ കേസുകൾക്ക് ലിമിറ്റേഷൻ ഇല്ല. 25 വർഷം മുമ്പ് ഞാനൊരാളെ കൊല്ലുന്നു എന്നതിന് ഇപ്പം തെളിവ് കിട്ടിയാലും എന്നെ അറസ്റ്റ് ചെയ്യാം, ഞാൻ സുപ്രീം കോടതി ജഡ്ജിയാണെങ്കിലും. ക്രിമിനൽ കേസുകൾക്ക് ലിമിറ്റേഷൻ ഇല്ല. അതാണ്, ഇത് ക്രൈമാണല്ലോ, മറച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ലിമിറ്റേഷൻ പീരീഡിനെ കുറിച്ച് പലർക്കും അറിയില്ല. അതുകൊണ്ട് പറഞ്ഞാൽ അവന് 25-30 വർഷം മുമ്പ് ചെയ്തതല്ലേ, അല്ലെങ്കിൽ 40 വർഷം മുമ്പ്, ഇപ്പോൾ 70 വയസ്സുണ്ട്, അതിന് ചെയ്യാമോ? ക്രിമിനൽ കേസുകൾക്ക് ലിമിറ്റേഷൻ പീരീഡ് ഇല്ല. ഏത് സമയത്തും അറിയുന്ന മുറയ്ക്ക് കേസെടുക്കാം. മാത്രമല്ല പോലീസ് വേണമെന്നില്ല, സാധാരണ പൗരനെ അറസ്റ്റ് ചെയ്യാം ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട ആളെ മാത്രമല്ല, അതും അറിയില്ല. ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള നിയമം എങ്ങനെയാണെന്നറിയോ? ഒരാളെ നമ്മൾ സിനിമയിൽ കാണുന്നില്ല, അല്ലെങ്കിൽ പണ്ട് കള്ളനും പോലീസും കളിക്കുമ്പോൾ തൊട്ടറസ്റ്റ് എന്ന് പറയും. ദേഹത്ത് തൊട്ട് അറസ്റ്റ് എന്ന് പറഞ്ഞാലേ അറസ്റ്റ് വാലിഡ് ആവത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, ഒരാൾ കുറ്റം ചെയ്യുന്നു, നമ്മുടെ മുന്നിൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റം ചെയ്യാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു എന്ന് കണ്ടാൽ ഏതൊരു പൗരനും ഒരാളെ അറസ്റ്റ് ചെയ്യാം. അതെ, അങ്ങനെ ചെയ്യാം. ഇത് ഭയങ്കര കുഴപ്പം പിടിച്ച കേസാണ് ഈ രാഹുൽ ഗാന്ധിയുടെ. അതെ, കാരണം ഇഷ്ടം പോലെ രേഖ ഇതിനെ സംബന്ധിച്ച് മോദി രക്ഷിച്ചില്ലെങ്കിൽ രാഹുൽ പെടും. ഇതില് ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഇത്രയും നമ്മളിത് പറഞ്ഞല്ലോ, ഇയാള് ബാർക്ലേസ് ബാങ്കില് ലണ്ടനില് ഈ കമ്പനി നടത്തുന്ന കാലത്ത് ബ്രിട്ടീഷ് പൗരനാണെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ബാർക്ലേസ് ബാങ്കിന്റെ രേഖകളുണ്ട്. പിന്നെ അതും റൗൾ വിൻസി എന്നുള്ള പേരിലാണ് ആ അക്കൗണ്ടും. അതിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധി എന്ന് ഒരു സ്ഥലത്തുമില്ല, റൗൾ വിൻസിന്നേ ഉള്ളൂ ഈ കമ്പനി രേഖകളിലും ഒക്കെ. അത് മാമോദിസ മുങ്ങിയപ്പോൾ കിട്ടിയ പേരാണത്. അപ്പോൾ 2014 വരെ ഈ പേരാണ്. ഇനി കേംബ്രിഡ്ജിൽ നിന്നുള്ള MPhil സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, MPhil ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെയൊക്കെ വലിയ അവിടെ ഒന്നും പഠിക്കണമെന്നില്ലല്ലോ. നെഹ്റുവിന് പോലും പരീക്ഷ പാസ്സാവാതെ എലീറ്റ് പരിഗണന വെച്ച് അവിടെ പഠിക്കുന്നവർക്കെല്ലാം പാസ് മാർക്ക് കൊടുക്കും. അത് വലിയ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അന്ന് പാസ് മാർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നെഹ്റു രക്ഷപ്പെട്ടത്. അംബേദ്കർക്ക് സ്വർണ്ണ മെഡലും കിട്ടി. അതുകൊണ്ടാണ് അംബേദ്കറെ നെഹ്റുവിനെ കണ്ടുകൂടാ. അത്തരം ആളുകളൊന്നും അദ്ദേഹത്തിന് കണ്ടുകൂടാ. മെറിറ്റുള്ളവരെ കണ്ടാൽ പിടിക്കില്ലല്ലോ. കേംബ്രിഡ്ജ് MPhil സർട്ടിഫിക്കറ്റിലും റൗൾ വിൻസി എന്നാണ് കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭ എത്തിക്സ് കമ്മിറ്റി ഇത് രക്ഷപ്പെടുത്തി വിട്ടു അദ്വാനിയുടെ കാലത്ത്. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിൽ ഇത് പരാതി സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ചെല്ലുന്നത് 2019 ഏപ്രിൽ 29-നാണ്. 2019 മുതൽ 6 വർഷമായി അമിത്ഷാ അത് പതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. AR മസൂദ്, അജയ് കുമാർ ശ്രീവാസ്തവ ഇവരുടെ ബെഞ്ചിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 21-ാം തീയതി ആഭ്യന്തര വകുപ്പ് സ്റ്റാറ്റസ് റിപ്പോർട്ട് കൊടുക്കാനാണ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ വേണ്ടി ഞങ്ങൾ UK ആയിട്ട് ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് കടലാസ് കിട്ടണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് UK VSS ശർമ്മ എന്ന് പറഞ്ഞൊരാൾ
സ്വതന്ത്രമായിട്ട് എഴുതിയിരുന്നു. ഇയാൾ ഇതിൻ്റെ പൗരനാണോ, അവിടെ ഇങ്ങനത്തെ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇത് വിഘ്നേഷ് ശിശിർ ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI അന്വേഷണമാണ്. ശിശിർ ഈ VSS ശർമ്മ എടുത്ത രേഖകൾ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടൻ കൊടുത്ത രേഖകളിൽ ഇയാൾ ബ്രിട്ടീഷ് പൗരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ അടക്കം ചെയ്തിട്ടുണ്ട്. മുഴുവൻ രേഖകളും ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ ശരിക്കും ചോദിക്കേണ്ട ആള് ഒരു സ്വകാര്യ വ്യക്തിയല്ല, ഗവൺമെന്റ് ആണ്. രാഹുൽ ഗാന്ധി നിങ്ങളെ ഓതറൈസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറെ വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു സോവറിൻ പവറിനോട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ട മറ്റൊരു സോവറിൻ പവറാണ്. ഒരു രാജ്യത്തോട് മറ്റൊരു രാജ്യമാണ് ചോദിക്കേണ്ടത്. ബ്രിട്ടനോടൊക്കെ ഇത് ജയശങ്കർ വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ 2022 ശർമ്മ UK ബന്ധപ്പെട്ടു, ചില കാര്യങ്ങൾ UK സ്ഥിരീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥിരീകരിച്ച കാര്യങ്ങളിൽ ഇതുണ്ട്. ഇത് വിഘ്നേഷ് ശിശിറിൻ്റെ കേസിൻ്റെ ഈ ഭാഗമാണ്, ഈ ഹർജിയുടെ ഭാഗമായിട്ടുണ്ട്. അവരവിടെ പറഞ്ഞത് ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിൽ ഈ കാര്യങ്ങൾ കുറേ വരും, അതുകൊണ്ട് രാഹുൽ ഒപ്പിട്ട കത്ത് നിങ്ങളുടെ ഈ അപേക്ഷയുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി കേന്ദ്രത്തിൻ്റെ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലൊക്കെ ഹാജരാകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഗൗരവത്തിലാണ് കേന്ദ്രം എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. സ്റ്റാറ്റസ് റിപ്പോർട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അല്ല, സോളിസിറ്റർ ജനറൽ ഹാജരാകുന്നുണ്ട് ലാവ്ലിംഗ് കേസിൽ. അത് നീട്ടിവെക്കാം, അതുകൊണ്ട് ഗൗരവത്തിൽ എന്ന് പറയണ്ട. പ്രശ്നത്തിൽ മൊത്തത്തിൽ തീരുമാനമെടുക്കണം എന്നുള്ളതല്ല, അതായത് ഇയാളുടെ പൗരത്വം ഉടനെ റദ്ദാക്കണം എന്ന് പറയുന്ന കേസല്ല. സ്റ്റാറ്റസ് ഷോക്കോസ് നോട്ടീസ് കൊടുത്തല്ലോ, അയാളുടെ മറുപടി എന്തായിരുന്നു, മറുപടി ചോദിച്ചോ, അത് ഫോളോ അപ്പ് ചെയ്തോ, ഇതിൻ്റെ അവസ്ഥ എന്താണ്, ഇതാണ് കോടതിയിൽ ഏപ്രിൽ 21 അറിയിക്കാൻ പോകുന്നത്. ഏപ്രിൽ 21 കഴിഞ്ഞാലും കുറച്ച് കടമ്പകൾ ഉണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക്, അല്ലെങ്കിൽ BJPക്ക് അങ്ങനെ രാഹുലിനെ ഇപ്പോൾ എക്സ്പോസ് ചെയ്യണ്ട, തുറന്നു കാട്ടണ്ട എന്നൊരു തോന്നലുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം രാഹുൽ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയാണല്ലോ BJPയുടെ ഐശ്വര്യം. അതെ, അതാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി BJPയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആയുർദൈർഘ്യത്തോടു കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഒരുപാട് കാലം ഇങ്ങനെ തുടരണം എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തിന് സഹായിക്കാനും സഹിക്കാനും ഒക്കെ KC വേണുഗോപാൽ, ഖർഗെ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടാകണം. BJPയുടെ ഒരു വലിയ വിജയമായിരിക്കും ഒരുപക്ഷെ ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് തുറന്ന് കാണിക്കാതെ അതൊരു പ്രശ്നമുണ്ട്. ഈ നാഷണൽ ഹെറാൾഡ് കേസ്, പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പ് സംബന്ധിച്ച കേസ്, ഇതൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയാണത് മൂവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ജാള്യതയോ ചളുപ്പോ വൈക്ലഭ്യമോ വൈഷമ്യമോ എന്തൊക്കെയോ BJPക്ക് ഉണ്ടെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതായിരിക്കണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സനാതനധർമ്മത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകളുണ്ട്, പ്രത്യേകിച്ച് സംഘത്തിലുമൊക്കെ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എത്രയോ കൊലപാതകങ്ങളുടെയൊക്കെ പേരിലും ക്രമക്കേടുകളുടെ പേരിലും അഴിമതിയുടെ പേരിലും ഒക്കെ ഇന്ദിരാഗാന്ധി ജയിലിൽ പിടിച്ചിടേണ്ടതല്ലേ. ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ അവസ്ഥ ബംഗ്ലാദേശിൽ കാണുന്നില്ലേ. പക്ഷെ മൊറാർജിയും അതിൻ്റെ ജയപ്രകാശ് നാരായണനും ഒക്കെ പോയിട്ട് നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്യില്ല, അവർ ഇന്ത്യ വിടാനോ മറ്റോ ഒക്കെ അന്ന് പലായനം ചെയ്യാൻ ഒക്കെ ശ്രമിച്ചതാണ്. അവരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകരുത്, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്, ഇവിടെ തന്നെ തുടരണം. ഇതും കൂടി സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.